കഴിഞ്ഞ 4 ഡയലോഗുകൾ നേരത്തെ ഇവിടെ വിശദീകരിച്ചതുപോലെ നാസ്തികർ ഉയർത്തുന്ന, ലിബറലിസത്തിൻ്റെ ആളുകൾ ഉയർത്തുന്ന യുക്തിരഹിതമായ, വളരെ യാതൊരുവിധ നൈതികതയും തൊട്ടു തീണ്ടിയിട്ടില്ലാത്ത ഇസ്ലാം വിമർശനത്തിൻ്റെ പൊള്ളത്തരങ്ങൾ നമ്മളിവിടെ തുറന്നു കാണിക്കുകയുണ്ടായി. മാത്രവുമല്ല, ഇവർ മുന്നോട്ട് വെക്കുന്ന ധാർമ്മികതയെ സംബന്ധിച്ച്, ഇവർ മുന്നോട്ട് വെക്കുന്ന മാനവവിരുദ്ധമായ ആശയങ്ങളെ സംബന്ധിച്ച് കൃത്യമായ ചില ചോദ്യങ്ങൾ, കൃത്യമായ ചില വിശദീകരണങ്ങൾ കഴിഞ്ഞ ഡയലോഗുകളിലൊക്കെ നടത്തിയിരുന്നു. പക്ഷേ അത്തരം ഒരു ചർച്ചകളിലേക്ക് കടന്നു വരാൻ ഈ നാസ്തികർക്ക് സാധിക്കുന്നില്ല. അത്തരം വിഷയങ്ങളുമായി ബന്ധപ്പെട്ട ചില ഓർമ്മപ്പെടുത്തലുകളുമായിട്ടാണ് ബഹുമാന്യനായ താജുദ്ദീൻ സ്വലാഹി നമ്മോടൊപ്പം ചേരുന്നത്. അദ്ദേഹത്തെ സ്നേഹപൂർവ്വം ക്ഷണിക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ കഴിഞ്ഞ 4 ഡയലോഗുകൾ വളരെ വലിയ ചോദ്യങ്ങൾ നാസ്തിക സമൂഹത്തോട് ചോദിച്ചിട്ടുണ്ട്. അവർ തന്നെയും വടി തന്ന് ആ വടി വാങ്ങി തിരിച്ചു കൊടുത്ത അടികളായിരുന്നു അതിലെ ഭൂരിപക്ഷവും. പലപ്പോഴും സോഷ്യൽ മീഡിയയിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിനു നേരെ, ഇസ്ലാമിക തത്വസംഹിതകൾക്ക് നേരെ നടത്തിയ ആക്രമണങ്ങൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അതിനെ ട്രോളുകൾ കൊണ്ടോ അധിക്ഷേപങ്ങൾ കൊണ്ടോ നേരിടുന്നതിനു പകരം വളരെ പ്രാമാണികമായി ഓരോ തെളിവും സ്ക്രീനിൽ കാണിച്ച് അതിൻ്റെ ഗ്രന്ഥങ്ങൾ ഉയർത്തി കാണിച്ച് നിരവധി വിഷയങ്ങൾ യഥാർത്ഥത്തിൽ ഡയലോഗുകൾ വിശദീകരിക്കുകയും മറുപടി നൽകുകയും ചെയ്തിട്ടുണ്ട്. ഇവിടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം പലപ്പോഴും നമ്മൾ കാണുന്നത് ഒളിച്ചു വെക്കുക, മുറിച്ചെടുക്കുക, ദുർവ്യാഖ്യാനിക്കുക, ശുദ്ധമായ നുണ പറയാം. ഇതാണ് ഇവർ ചെയ്തു തീർത്തിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് നമ്മളത് വിശദീകരിച്ച് കഴിഞ്ഞാൽ ആ വിശദീകരിക്കപ്പെട്ട കാര്യങ്ങൾ അവിടെ വെച്ച് അത് കണ്ടിട്ടില്ല എന്ന് നടിച്ച് പിന്നെയും 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 ആ പഴയതു തന്നെ കഴിഞ്ഞ 5 കൊല്ലോ 10 കൊല്ലോ ആയി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് തന്നെ അതിങ്ങനെ വീണ്ടും അതന്നെ ആവർത്തിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് ചെയ്യുന്നത്. ഒരു ഡോക്ടർ ഒരാളിങ്ങനെ കൈ ഇങ്ങനെ ഒടിഞ്ഞു തൂങ്ങിയൊരു മനുഷ്യൻ, അദ്ദേഹത്തെ ഇങ്ങനെ ഇടക്ക് വണ്ടിയിൽ കാണും. അപ്പോൾ ഒരു ദിവസം ഡോക്ടർ വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങളെ ഈ ഒരു പ്രശ്നം നമുക്ക് പരിഹരിക്കാം, നിങ്ങളെ കൈ, ഞാൻ നല്ലൊരു സർജനാണ്, ഞാൻ ഇത് ഒന്ന് ഓപ്പറേറ്റ് ചെയ്ത് പരിഹരിച്ചു തരാമെന്ന് പറഞ്ഞപ്പോൾ അയാൾ പറഞ്ഞു, പിന്നെ ഡോക്ടറെ ഞാനെങ്ങനെ ജീവിക്കാം എന്ന് പറഞ്ഞ പോലെയാണ് ഇവരുടെ വിമർശനങ്ങൾ. ഞാൻ ഒറ്റ പോയെടുക്കാം. പ്രവാചക തിരുമേനിയുടെ ജീവിതത്തിൻ്റെ നേരെ ഒരുപാട് കെട്ടുകഥകളുമായി വന്ന് 5 സ്ത്രീകളുമായി പ്രവാചകനെ ബന്ധപ്പെടുത്തി സംസാരിച്ചിട്ടുണ്ട്. അതിന് കൃത്യമായ മറുപടി, പ്രാമാണികമായ മറുപടി ഞങ്ങൾ നൽകിയിട്ടുണ്ട്. ആ മറുപടികളുടെ ഭാഗങ്ങൾ ഇവിടെ കേൾപ്പിച്ചുകൊണ്ടാണ് ഞാൻ ഈ വിഷയത്തിലൂടെ പോകുന്നത്. ഒന്നാമത്തെ കഥ, ഒരു തോട്ടത്തിൽ വെച്ച് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു പെണ്ണിനെ കയറി പിടിച്ചു. ആ പെണ്ണ് കൈ തട്ടി മാറ്റി. അങ്ങനെ പ്രവാചകൻ പിന്നെ എന്തോ ഡ്രസ്സൊക്കെ കൊടുത്ത് പറിച്ചു ഒതുക്കി. കളിക്കാൻ നോക്കി, കിട്ടിയില്ല. നഅൂദുബില്ലാ. പ്രവാചകനെ കുറിച്ച് ഇവർ നടത്തുന്ന പരാമർശമാണ്. യഥാർത്ഥത്തിൽ ഇതിലെന്താ സംഭവം? ഒറ്റ ഹദീസ് മാത്രം എടുത്ത് ബാക്കിയുള്ളത് ഒളിപ്പിച്ച് വെച്ചാണ് കാര്യങ്ങൾ ചെയ്തത്. ഫൈസൽ മൗലവി അത് അന്ന് പറഞ്ഞിട്ടുണ്ട്, നിങ്ങളത് കേട്ടോളൂ. എന്തിനാണ് 4 ഹദീസുകൾ ഇവിഷയമായി വന്നപ്പോൾ അതിലെ 3 ഹദീസും മാറ്റിവെച്ച് ഒരു റിപ്പോർട്ട് മാത്രമെടുത്ത് അതിന് തന്നെയും ഒരു കഷ്ണം മാത്രമെടുത്ത് തങ്ങളുടെ വകയായും അർത്ഥം വെച്ചുകൊണ്ടാണ് ഇത്തരം ആളുകൾ ഈ വിഷയത്തെ വിശദീകരിക്കാറുള്ളത്. തൊട്ടുമുകളിൽ 5254 നമ്പറായി ഉദ്ധരിക്കുന്നുണ്ട്. അത് കാണാതെയാണ് 55 എടുക്കുന്നത്. ഇല്ല, ഓക്കെ, ഈ വെപ്രാളം കൊണ്ട് കണ്ടില്ലെന്ന് വിചാരിക്കാം. താഴോട്ട് നോക്കിയാലോ 56 നമ്പർ ഹദീസ് ഉണ്ടല്ലോ, അതെങ്കിലും കാണണ്ടേ? അപ്പോൾ ഇത് നിങ്ങൾ കേട്ടോ? നിങ്ങൾ ഇങ്ങനെ ഒരു ചതി നടത്തി എന്നത് ഞങ്ങൾ ഉന്നയിച്ചു, അത് നിങ്ങൾ മറുപടി പറഞ്ഞോ? ഇനി ആം ആൻ എക്സ് മുസ്ലിം എന്ന് പറയുന്ന ആളുകൾ അവരിത് കേട്ടിരുന്നോ? ഞങ്ങൾ വളരെ വിനയപൂർവ്വം ചോദിക്കുകയാണ്. ഇനി ഒരു തോട്ടത്തിൽ വെച്ചൊരു പെണ്ണിനെ കൈകാര്യം ചെയ്തു എന്നാണ്. ആ തോട്ടത്തിൻ്റെ സ്ഥിതി എന്താണ്, ആ തോട്ടത്തിൽ എന്താ ഉണ്ടായിരുന്നതെന്നൊക്കെ വിശദീകരിച്ചിട്ടുണ്ട്. ഫൈസൽ മൗലവി വീണ്ടും പറയും. വീട്ടില് അവളുടെ മകൾ നബിയുടെ വധു അവരെ കൊണ്ടുവന്ന് തയ്യാറാക്കി വെച്ചിരിക്കുന്നു. നബി ഞങ്ങളുമായി ജീവിതം ആരംഭിക്കാനാണ് കയറി ചെല്ലുന്നത്. തൻ്റെ ഭാര്യയുടെ വീട്ടിൽ ആ ഭാര്യയുമായി ഒന്നിച്ച് താമസം ആരംഭിക്കാൻ വേണ്ടി ചെന്നതിൻ്റെ ഈ ഭാഗത്തെ മൂടി വെച്ചുകൊണ്ടാണ് അവർ പറയാറുള്ളത്, ഇതാ തോട്ടത്തിൽ കയറി പിടിച്ച്. തോട്ടത്തിലല്ല, തോട്ടത്തിൽ വീടുണ്ട്. വീടാണിതാ ഈ ഭാര്യയുടെ വീട്. അപ്പോൾ തോട്ടത്തിൽ വീടുണ്ട്, വീട്ടിൽ മാതാപിതാക്കളുണ്ട്, എല്ലാം അറിഞ്ഞുകൊണ്ടാണ്. എന്നാലോ ഇവർ ഇത് സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കുമ്പോഴോ ഒരു തോട്ടത്തിൽ ഏതോ ഒരു പെണ്ണിനെ കയറി പിടിച്ചു എന്നാ. ഏതോ ഒരു പെണ്ണല്ല, ഭാര്യയാണ്. മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യയാണ്.
3 തെളിവുകൾ ഞങ്ങൾ ഹാജരാക്കിയിരുന്നു. തെളിവ് നമ്പർ 1 നിങ്ങൾ കേട്ടോളൂ. 254 നമ്പർ ഹദീസ് ഇത്തരം വിമർശകന്മാർ കണ്ടിട്ട് പോലുമില്ല, കണ്ട ഭാവം നടിച്ചിട്ടില്ല. എന്താ ഇവിടെ? حدثنا الحميدي قال حدثنا الوليد قال حدثنا الاوزاعي ഇമാം ഔസാഇ പറയാണ്, ഞാൻ സുഹരിയോട് ചോദിച്ചു, അയ്യു അസ്വാജുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്തആദത് മിൻഹു, നബിയുടെ ഭാര്യമാരിൽ ഏതോ ഒരു ഭാര്യ അള്ളാഹുവിനോട് കാവൽ തേടിയിട്ടുണ്ടല്ലോ, അത് ഏതു ഭാര്യയാണ് എന്ന് ഞാൻ ചോദിച്ചു സുഹരിയോട് എന്ന് ഇമാം ഔസാഇ പറയുന്നു. ഇമാം ബുഖാരി ഉദ്ധരിച്ചതാണ്. നബിയുടെ ഭാര്യമാരിൽ ഏതു ഭാര്യയാണ് കാവൽ തേടിയത് എന്ന, ഏതു ഭാര്യയാണ്? ആ പ്രയോഗം തന്നെ മതിയല്ലോ. അപ്പോൾ ഭാര്യ എന്നുള്ള വാക്ക് വളരെ സമർത്ഥമായിട്ട് എടുത്ത് ഒഴിവാക്കി. എന്നിട്ട് ഒരു പെണ്ണ് എന്ന് പറഞ്ഞു, ഒരു തോട്ടത്തിലെന്നും പറഞ്ഞു. ശരിക്ക് ചിന്തിച്ചോളി. ഇവരുടെ പ്രസംഗം കേട്ട് നിസ്കാരം നിർത്തണവരും ഇവരുടെ പ്രസംഗം കേട്ട് ജീവിതത്തിൽ ദീനിയായ നിയമങ്ങളിൽ നിന്ന് മാറി നിൽക്കണവരും ശരിക്കും ശ്രദ്ധിച്ചോളി. ഇനി തീർന്നില്ല, തസവ്വജ, നബി കല്യാണം കഴിച്ചു എന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ അത് ഉദ്ധരിച്ചിട്ടുണ്ടെന്ന്. ആ ഭാഗം നിങ്ങളൊന്ന് കേട്ടു നോക്കൂ. തസവ്വജൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിവാഹം കഴിച്ചു. ഉമൈമ ബിൻത് ശറാഹീൽ, ശറാഹീലിന്റെ മകൾ ഉമൈമയെ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിവാഹം കഴിച്ചുവെന്ന് തൊട്ടടുത്ത ഹദീസ് 5256 നമ്പർ ഹദീസും. അപ്പോൾ ആ ഹദീസിലും അങ്ങനെ തന്നെയാണ് നമ്മൾ കാണുന്നത്. മാത്രമല്ല ഈ ഹദീസ് ഇത് മുകളിലും താഴെയുള്ള ഹദീസ് വിട്ട് നടുക്കത്തത് എടുക്കുന്ന ആളുകൾ അതിൻ്റെ ഹെഡിങ് ഒന്ന് പരിശോധിക്കണ്ടേ? അതിൻ്റെ ഹെഡിങ് എന്താ? ഹെഡിങ്ങും പ്രവാചകൻ വിവാഹം കഴിച്ച സ്ത്രീയാണ് എന്ന് ബോധ്യപ്പെടുത്തി തരുന്നതാണ്. നിങ്ങളതൊന്ന് ശ്രദ്ധിച്ചു കേട്ടു നോക്കൂ. ത്വലാഖുമായി ബന്ധപ്പെട്ട അധ്യായത്തിൽ ഇമാം ബുഖാരി കൊടുത്തു തന്നെ. നിക്കാഹ് ചെയ്യാത്ത ഒരാൾ എങ്ങനെയാ ത്വലാഖ് ചൊല്ലുക എന്നെങ്കിലും ചിന്തിക്കണ്ടേ? സുഹൃത്തുക്കളെ, ഇനി മാത്രമല്ല, സ്വന്തം ഭർത്താവ് വേറൊരു പെണ്ണിനെ കയറി പിടിച്ചു എങ്കിൽ അത് ഭാര്യ സഹിക്കോ? ആയിഷ റളിയല്ലാഹു അൻഹയാണ് ഈ കാര്യം പറയുന്നത്. ആയിഷ ബീവിയാണ് ഈ കാര്യം പറഞ്ഞത് എന്ന് ഞങ്ങളന്ന് പറഞ്ഞിട്ടുണ്ട്. നിങ്ങളത് കേട്ടിരുന്നോ? പ്രതികരിച്ചിരുന്നോ? ഇപ്പോഴും ഈ കഥകൾ പ്രചരിപ്പിക്കുകയാണല്ലോ. ഫൈസൽ മൗലവി പറയട്ടെ. അഖ്ബർനി ഉർവ അൻ ആയിഷ റളിയല്ലാഹു അൻഹാ, ആ സംഭവം ആയിഷ ബീവി പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഇമാം സുഹരി സനദടക്കം പറഞ്ഞു കൊടുക്കുന്നു. അപ്പൊ കണ്ടോ, നബിയുടെ ഭാര്യ ആയിഷ ബീവിയാണ് ഈ സംഭവം ഉദ്ധരിക്കുന്നത്. അവർക്ക് പോലും ആക്ഷേപമില്ല. കാരണം നബി ഞങ്ങൾ വിവാഹം ചെയ്തു കൊണ്ടുവന്ന സ്ത്രീയാണ്. നബിയുടെ മറ്റൊരു ഭാര്യ ആയിഷ ബീവിയാണ് ഇക്കാര്യം പറയുന്നത്. അപ്പൊ ഇതൊന്നും ഇവർ പരിഗണിക്കണില്ല. ഇനി മാത്രമല്ല, ഒരു ചതിയിലൂടെ കൊണ്ടുവന്നതാണോ, അല്ലെങ്കിൽ പോണ വഴിക്ക് കഥാണോ, പെട്ടെന്ന് കണ്ടെന്തോ ഒരു വികാരം തോന്നി കയറി പിടിച്ചതാണോ? അല്ല. സ്വന്തം ബാപ്പ വന്ന് പ്രവാചകനോട് ആവശ്യപ്പെട്ടത് എന്താണെന്ന് നിങ്ങളൊന്ന് കേട്ടു നോക്കൂ. നബിയുടെ മുമ്പിൽ മുസ്ലിമായി കൊണ്ട് ഉമൈമയുടെ പിതാവ് വരുന്നു. അങ്ങനെ അവർ നബിയോട് പറഞ്ഞു, അലാ ഉസവ്വിജുക അജ്മല അയ്യിമിൻ ഫിൽ അറബ്, നബിയെ, അറബികളെ കൂട്ടത്തിലെ ഏറ്റവും സുന്ദരിയായ പെണ്ണാണ് എൻ്റെ മകൾ, അതുകൊണ്ട് എൻ്റെ മകളെ നിങ്ങൾ വിവാഹം കഴിക്കണം. ഈ ഒരു ആവശ്യം അവർ ഉന്നയിച്ചു. എന്നാൽ ആ പെണ്ണ് അവർ കൈതട്ടി മാറ്റി, അവർ ഇസ്തിആദത്ത് നടത്തി. എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്തത്? ആ കാരണവും ഞങ്ങൾ വിശദീകരിച്ചിട്ടുണ്ട്. നിങ്ങൾ ചരിത്രപരമായ രേഖകൾ ഉദ്ധരിച്ച് പറഞ്ഞ കാരണം ഒന്ന് കേട്ടു നോക്കൂ. ഇതിന് അവർക്ക് അവനെ തേടിയത് ഒന്നുമല്ല, അവരുടെ കുടുംബം ഇസ്ലാമിലേക്ക് വന്ന ഉടനെയാണ് ഈ വിഷയം. പണ്ഡിതന്മാർ വിശദീകരിക്കുന്നു, കാനത്ത് ഖരീബതൻ ബിൽ ജാഹിലിയ്യ, അവർ ജാഹിലിയ്യത്തിൽ നിന്ന് ഇസ്ലാമിലേക്ക് വന്നിട്ട് അധികം സമയമായിട്ടില്ല. വാപ്പ ഇസ്ലാം സ്വീകരിച്ചു, കുടുംബം ഒന്നിച്ച് ഇസ്ലാമിലേക്ക് വന്നു. അതുകൊണ്ട് ജാഹിലിയ്യത്തിൽ നിന്ന് വിട്ടിട്ട് അധികമായിട്ടില്ല. വലം തഅലം ഖദ്റഹു, നബിയുടെ സ്ഥാനങ്ങളും നബിയുടെ മഹത്വങ്ങളും ഒന്നും അവർക്ക് മനസ്സിലായിട്ടില്ല. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ന്യായീകരിക്കാൻ വേണ്ടി വ്യാഖ്യാന ഫാക്ടറിയിൽ ഉണ്ടാക്കിയെടുത്തതല്ല. ഇത്തരം എന്ത് കാര്യം പറഞ്ഞാലും വ്യാഖ്യാന ഫാക്ടറി എന്നുള്ളൊരു വേർഡ് ബ്രാൻഡ് ചെയ്ത് അതുവഴി തടി രക്ഷപ്പെടുത്തുന്ന കാലം കഴിഞ്ഞു. ഇത്തരം വിഷയങ്ങൾ ഷാർപ്പായി ഞങ്ങൾ അവതരിപ്പിച്ചിരിക്കുന്നു. അതുകൊണ്ട് നിങ്ങളുടെ മറുപടി വേണം. ഇത് വ്യാഖ്യാന ഫാക്ടറി അല്ല എന്ന് പറയാനുള്ള കാരണം എന്താ അറിയോ? ആ സ്ത്രീ തന്നെ പിന്നീട് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ, അല്ലെങ്കിൽ ആ സമയത്ത് തന്നെ പ്രവാചകനെ കുറിച്ച് വിശദീകരണം കേട്ടപ്പോൾ അവർക്ക് വിഷമമായി. ഹുദിഅത്തു, ഞാൻ വഞ്ചിക്കപ്പെട്ടു, ഞാൻ പറ്റിക്കപ്പെട്ടു എന്ന് അവർ തന്നെ പറഞ്ഞത് ഞങ്ങൾ അന്നു തന്നെ ഉദ്ധരിച്ചിട്ടുണ്ട്. കേട്ടോളൂ നിങ്ങൾ. ഹുദിഅത്തു, ഞാൻ ചതിപ്പെട്ടു പോയി, എന്നെ കുറ്റപ്പെടുത്തണ്ട, ഒരു അബദ്ധം പറ്റിപ്പോയി, ഒരു വഞ്ചനയിൽ പെട്ടുപോയി, പറ്റിപ്പോയതാണ് എന്നവർ അതിന് പിന്നീട് കാരണവും ബോധിപ്പിക്കുന്നുവെന്നാണ്. നോക്കൂ നിങ്ങൾ, അപ്പോൾ ഉപ്പ വിളിച്ചു കൊണ്ടുവന്ന് ഉപ്പ കല്യാണം കഴിച്ചു കൊടുത്തൊരു സ്ത്രീ ഇങ്ങനെയൊക്കെ ചെയ്തപ്പോൾ ഭരണാധികാരി കൂടിയായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ അതിനോട് പ്രതികരിച്ചത് എങ്ങനെ? ഇതും അവിടെ ഉണ്ടല്ലോ. ഇതൊന്നും ഈ വിമർശകർ കണ്ടിട്ടില്ലേ? എങ്ങനെയാണ് റസൂലുള്ളാഹിന്റെ പ്രതികരണം എന്ന് നോക്കൂ നിങ്ങൾ. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇത്ര മോശമായി അവർ പെരുമാറിയപ്പോഴും
നബി തങ്ങളുടെ സമീപനം എന്താ? അവർക്ക് ഇഷ്ടമില്ല എന്ന് മനസ്സിലായപ്പോൾ, വേണ്ട, ഇഷ്ടമില്ലാത്തൊരു എൻ്റെ കൂടെ ജീവിക്കേണ്ടതില്ല. അവൾക്ക് വിവാഹം ഇഷ്ടമില്ലെങ്കിൽ അവർ എൻ്റെ കൂടെ ജീവിക്കേണ്ടതില്ല, അവരുടെ ഇഷ്ടത്തിന് വിട്ടുകൊടുക്കാം എന്ന് പറഞ്ഞ് നബി തങ്ങൾ അവരെ പറഞ്ഞേക്കുന്നു. അവർക്ക് മത്താഇ നൽകി, സമ്മാനങ്ങൾ നൽകി, വസ്ത്രങ്ങൾ നൽകി, ത്വലാഖ് ചൊല്ലി അവരെ പറഞ്ഞേക്കുന്നു. അപ്പോൾ ഇനി സോഷ്യൽ മീഡിയയിൽ പ്രഭാഷണങ്ങളിൽ ഇത് ഉദ്ധരിക്കും മുമ്പ് ഇത്തരം വിഷയങ്ങൾ അഡ്രസ്സ് ചെയ്യണം. ഇതുമായി ബന്ധപ്പെടുന്ന ആളുകൾക്ക് വിസ്റ്റം ഗ്ലോബൽ TV-യിൽ ഇതിൻ്റെ ഫുൾ വേർഷൻ, ഞാനിതിൻ്റെ ചെറിയ ഭാഗങ്ങളെ കേൾപ്പിച്ചിട്ടുള്ളൂ, ഫുൾ വേർഷൻ ഉണ്ട്, എടുത്ത് കാണണം. കഥ 2. ഒരു പെണ്ണിൻ്റെ അടുക്ക് നബി ഇടയ്ക്കിടയ്ക്ക് പോകാറുണ്ട്. ഉമ്മു ഐമൻ എന്നാണ് ആ പെണ്ണിൻ്റെ പേര്. ആരാണ് ആ പെണ്ണ്? ഏതോ ഒരു പെണ്ണാണോ? ആ പെണ്ണ് ആരാണ് എന്ന് ഞങ്ങൾ വിശദീകരിച്ചിരുന്നു. നിങ്ങൾക്ക് പ്രതികരിക്കാൻ കഴിയുമെങ്കിൽ പ്രതികരിക്കുക. ഉമ്മു ഐമൻ എന്ന് പറയുന്ന ഏതോ ഒരു പെണ്ണിന്റെ അടുക്കിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പോകാറുണ്ടായിരുന്നു. ആമിന മരിച്ചപ്പോൾ റസൂലുള്ളാഹിനെ പോറ്റി വളർത്തിയ റസൂലുള്ളാഹിന്റെ പോറ്റുമ്മയാണ് ഉമ്മു ഐമൻ. ആ യതീമായ കുഞ്ഞിനെ റസൂലുള്ളാഹിനെ തന്റെ കൈകളിൽ ചേർത്ത് പിടിച്ച് വളർത്തിയ ഉമ്മു ഐമൻ റളിയല്ലാഹു അൻഹ, ആ തന്റെ വളർത്തുമ്മയുടെ അടുക്കിലേക്ക് പോകുന്നതിനെ കുറിച്ചാണ് ഈ ആളുകൾ പ്രചരിപ്പിക്കുന്നത്. കണ്ടോ, റസൂലുള്ളാഹി ഏതോ അന്യ പെണ്ണിന്റെ അടുത്തേക്ക് പോയി. അപ്പോൾ നോക്കൂ നിങ്ങൾ, ഇവിടെ വളരെ ക്ലിയർ ആണ് വിഷയം. വളർത്തമ്മ എന്നുള്ളത് ഒരു വേടൻ ഒഴിവാക്കി, കല്യാണം കഴിച്ച പെണ്ണ് എന്നുള്ളൊരു വേടൻ ഒഴിവാക്കി. എന്നിട്ട് അതിൻ്റെ ചുറ്റും ഇവരുടെ സെക്ഷൽ ഫ്രസ്ട്രേഷൻ അതിങ്ങനെ പറഞ്ഞു തീർക്കുകയാണ്. അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടെങ്കിൽ എന്തു ആകാമെന്ന് പറയുന്നവരാണ്. വിനോദത്തിന് വേണ്ടി, ആസ്വാദനത്തിന് വേണ്ടി പെങ്ങളെടുത്തേക്ക് വരെ പോകാമെന്ന് പറയുന്നവരാണ് വളർത്തമ്മയെ സന്ദർശിച്ചതിന് പ്രവാചകനെ പ്രതിക്കൂട്ടിൽ കയറ്റുന്നത്. ഇനി 3-4 കഥകൾ എന്താ? ഉമ്മു സുലൈമിൻ്റെയും അതുപോലെ തന്നെ ഉമ്മു ഹറാമിൻ്റെയും അടുത്തുപോയി എന്നാണ്. അവരാരാ? ഏതോ പെണ്ണുങ്ങളാണോ? ഞങ്ങൾ വിശദീകരിച്ചു. ആ വിശദീകരണം മുഴുവൻ ഒളിപ്പിച്ചു വെച്ച് നിങ്ങളുടെ കുപ്രചാരണങ്ങളും കള്ളക്കഥ പ്രചരണങ്ങളും നിങ്ങൾ ഇപ്പോഴും തുടരുകയാണ്. മാലിക് സലഫി അത് വിശദീകരിച്ചിരുന്നു. നമുക്കൊന്നുകൂടി കേൾക്കാം. ഉമ്മു ഹറാം ഉമ്മു സുലൈമും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി കൊണ്ട് മുലകൊടി ബന്ധത്തിലുള്ള മാതൃ സഹോദരിമാരാണ്. അതൊന്നും മറച്ചു വെച്ചുകൊണ്ടാണ് പലപ്പോഴും ഉമ്മു ഹറാമിൻ്റെ വീട്ടിൽ കിടന്നുറങ്ങി. അതിൻ്റെ ഇടയിൽ കൂടെ ഒരു കളവ് കൂടി ഒരു പറയാറുണ്ട്, ഉമ്മു ഹറാമിൻ്റെ മടിയിൽ റസൂലുള്ളാഹി തല വെച്ച് കിടന്നുറങ്ങി എന്നുകൂടി വേണ്ട മസാല കൂട്ടാൻ വേണ്ടി പറയാറുണ്ട്. തെളിയിക്കാൻ സാധ്യമല്ല നിങ്ങൾക്ക്. ഹദീസിലുള്ളത് പറഞ്ഞോളി. ഉമ്മു സുലൈമിൻ്റെ വീട്ടിൽ റസൂലുള്ളാഹി കിടന്നുറങ്ങിയിട്ടുണ്ട്. ആരാ ഉമ്മു സുലൈം? റസൂലുള്ളാഹിന്റെ എളാമയാണ്. എളാമാന്റെ വീട്ടിൽ കിടന്നുറങ്ങാൻ പാടില്ലേ? അല്ലെങ്കിൽ നിങ്ങൾ പറയോ എളയമാന്റെ വീട്ടിൽ നിന്ന് കിടന്നുറങ്ങാൻ പാടില്ല? നിങ്ങൾ പറയും. ഉഭയകക്ഷി സമ്മതത്തോടുകൂടെ റീപ്രൊഡക്ഷൻ ഉദ്ദേശിക്കണില്ലെങ്കിൽ പോകാം, അതുവരെ ആകാന്ന് പറയുന്ന ടീമാണ് ഈ പറയണത്. നിങ്ങൾ മറക്കരുത്. അത് നിങ്ങൾക്ക് ചെറിയ പ്രയാസം ഉണ്ടാകും. ഞങ്ങളിത് ആവർത്തിച്ച് പറയുമ്പോൾ ചെറിയ ബുദ്ധിമുട്ടുണ്ടാകും. കള്ളക്കഥകൾ മുത്തുനബിക്കെതിരിൽ പ്രചരിപ്പിച്ചിട്ട് എന്നിട്ട് മുത്തിന്റെ സ്വഭാവം എന്നൊക്കെ ചില ആളുകൾ ടെക്സ്റ്റ് ചെയ്യാറുണ്ട് സോഷ്യൽ മീഡിയയിൽ. ഇതൊക്കെ സത്യാന്ന് വിശ്വസിച്ചിട്ടാണ്. ഇസ്തിഗ്ഫാർ നടത്തി സത്യദീനിലേക്ക് സുഹൃത്തുക്കളെ തിരിച്ചു വരാനുള്ള സന്നദ്ധത കാണിച്ചാൽ നിങ്ങൾക്ക് നന്ന്. ഇനി കഥ നമ്പർ 5 എന്താ അറിയോ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു പെണ്ണിനെ കിട്ടാൻ വേണ്ടി ഉപ്പാനെയും സഹോദരനെയും ഭർത്താവിനെയൊക്കെ കൊന്ന് ആ പെണ്ണിനെ കൈയടക്കി എന്നാണ് കഥ. എന്താ വിഷയം? പഴയ ചിത്രകഥയിൽ സാധാരണ കാണുന്ന ചില രാജാക്കന്മാരെ കഥ കൂടി മനസ്സിലേക്ക് ചേർത്ത് വെച്ചിട്ട ചില ആളുകളൊക്കെ അത് ഓർക്കുക. സൊഫിയ ബീവിയുടെ ജീവിതമാണ് വിഷയം. പ്രവാചക ജീവിതത്തിലേക്ക് പിന്നീട് വന്ന സൊഫിയ ബീവിയുടെ എത്രാമത്തെ ഭർത്താവായിരുന്നു റസൂലുള്ളാഹി എന്ന് കേട്ടോളൂ നിങ്ങൾ. സഫിയ റളിയല്ലാഹു അൻഹയുടെ രണ്ട് കല്യാണങ്ങൾ അതിന് മുമ്പ് കഴിഞ്ഞിരുന്നു. 3-ാമത്തെ ഭർത്താവാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയായി കടന്നു വരുന്നത്. ഒന്ന് സല്ലാം എന്ന് പറയുന്ന മനുഷ്യനാണ്. 2-ാമത്തെ ഭർത്താവ് കിനാനയാണ്. അപ്പോൾ 2 ഭർത്താക്കന്മാർ കഴിഞ്ഞ് 3-ാമത്തെ ഭർത്താവാണ്. അപ്പം ഇത് സോഷ്യൽ മീഡിയയിലൊക്കെ എഴുതുന്നവർ ഏതോ ഒരു കന്യക ഏതോ ഒരു രാജ്യത്തുണ്ട്, ആ രാജ്യത്തുള്ള ആ കന്യകനെ കിട്ടാൻ വേണ്ടി 3 ആളെയും കൊന്നിട്ട് അവസാനം അത് കീഴ്പ്പെടുത്തിയതാണെന്നാണ്. ഇനി നിങ്ങൾ നോക്ക്, ഈ യുദ്ധം കഴിഞ്ഞപ്പോൾ അങ്ങനെ സൊഫിയ ബീവി എന്ന് പറയുന്ന ഒരു സ്ത്രീ അവിടെ ഉണ്ടെന്ന് പോലും റസൂലുള്ളാഹിക്ക് അറിയില്ല. പ്രവാചകന്റെ അടുത്ത് വന്ന് ദിഹിയത്തുൽ കൽബി എന്ന സ്വഹാബി ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. അതിന് പ്രവാചകൻ കൊടുത്ത ഉത്തരവുണ്ട്. പ്രവാചകൻ അങ്ങനെ സൊഫിയ ബീവിയെ മോഹിച്ച് പ്ലാൻ ചെയ്ത് യുദ്ധം ചെയ്ത് അല്ലെങ്കിൽ അതിന് നോക്കി നടന്നതാണെങ്കിൽ ഈ മറുപടി കിട്ടുമോ? നിങ്ങളൊന്ന് കേട്ടു നോക്കൂ. ദിഹിയത്തുൽ കൽബി റളിയല്ലാഹു അൻഹു ഈ സഹാബിയാരാണ്. സഹാബത്തിന്റെ കൂട്ടത്തിൽ ഏറ്റവും സുമുഖനായ സൗന്ദര്യമുള്ള സഹാബിയായിരുന്നു ദിഹിയത്തുൽ കൽബി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു എടുത്തോ. അങ്ങനെ ദിഹിയത്തുൽ കൽബി സഫിയ റളിയല്ലാഹുവിനെ എടുത്തു. അപ്പോൾ പിന്നീട് ചർച്ച വന്ന ഒരു സ്വഹാബി നബിയിലേക്ക് എങ്ങനെയാണ് സൊഫിയ ബീവി എത്തുന്നത് എന്നാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. റസൂലുള്ളാഹി തെരഞ്ഞു പിടിച്ചു പോയി സുന്ദരിയായ ഒരു പെണ്ണിനെ കണ്ടപ്പോൾ
മോഹം കയറി പെട്ടെന്ന് കിട്ടണം എന്നുള്ള നിലക്ക് സ്വാധീനിച്ച് പിടിച്ചു വളച്ചു കൊണ്ടുവന്നതല്ല. എങ്ങനെ നബിയിലേക്ക് സഫിയ ബീവി എത്തി? മാലിക് സൽഫി ഒന്നുകൂടി പറയൂ. ഒരു സഹാബി വന്നിട്ട് നബിനോട് പറയാൻ യാ നബി സഫിയ, അല്ല നബിയെ, നിങ്ങൾ സഫിയ റളിയല്ലാഹു സഫിയയെ ദിഹിയക്ക് കൊടുത്തല്ലോ. വഹിയ ബിൻതു ഹുയൈ ബിൻ ഹുയൈ സയ്യിദു ഖൗമിഹി. ഈ സഫിയ ആരാന്നറിയ നിങ്ങൾക്ക്? റസൂലുള്ളാഹിനോട് പറയുന്നത്. അത് ആ ഗോത്രത്തിൻ്റെ തലവനായ ഹുയൈൻ്റെ മകളാണ്. വസൗജത്തു കിനാന മലിക്ക് ഖൈബർ. ഖൈബറിലെ രാജാവായിരുന്ന കിനാനയുടെ ഭാര്യയാണിവർ. അതുകൊണ്ട് ആ സഫിയ റളിയല്ലാഹു അൻഹ ഒരിക്കലും ദിഹിയക്ക് യോജിക്കൂല നബിയെ. വലാ തസ്ലുഹു ഇല്ലാലക്ക. അതുകൊണ്ട് നിങ്ങൾ അവരെ സ്വീകരിക്കണം. റസൂൽ അങ്ങോട്ട് വന്ന് മണ്ടി വാരി വലിച്ചെടുത്തതല്ല. അങ്ങനെയാണ് ചില ആളുകൾ വിമർശകന്മാർ അറിയാറുള്ളത്. ഭർത്താവിനെ കൊന്ന്, അതുപോലെ തന്നെ സഹോദരനെ കൊന്ന്, ബാപ്പാനെ കൊന്ന് എങ്ങനെ എടുത്തു. നിങ്ങൾ ആലോചിക്കണം, ഇതാണ് ചരിത്രം. ഈ ചരിത്രങ്ങൾ മുഴുവൻ ഒളിപ്പിച്ചു വെച്ചാണ് ഈ കുപ്രചാരണങ്ങൾ പലപ്പോഴും ഇവർ നടത്താറുള്ളത്. ഇനി റസൂലുള്ള എന്താ ചെയ്ത്? റസൂലുള്ള അവര് രാജാവിൻ്റെ മകളാണ്, അല്ലെ, നേരത്തെ ഒരു ഗവർണറുടെ വളരെ ഉത്തരവാദിത്തപ്പെട്ട ഒരു സ്ഥാനത്തിരുന്ന ഒരാളുടെ ഭാര്യ പദവിയിലിരുന്ന ആളാണ്. അങ്ങനത്തെ മഹത്വങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അവരെ പ്രവാചകൻ എടുക്കാൻ വേണ്ടി ചെല്ലുമ്പോഴും അവർക്ക് ചോയ്സ് കൊടുത്തിട്ടുണ്ട്. ഞങ്ങളത് വിശദീകരിച്ചിട്ടുണ്ട്. നിങ്ങൾ കേട്ടിരുന്നോ? നിങ്ങൾ ഈ കഥകൾ വീണ്ടും മസാല ചേർത്ത് പ്രചരിപ്പിക്കുമ്പോൾ മനസ്സാക്ഷിയുണ്ടെങ്കിൽ നിങ്ങൾ ഇതിന് മറുപടി പറയണം. മാലിക് സൽഫി തുടരട്ടെ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് ചോയ്സ് കൊടുത്തു. 2 ഓപ്ഷൻ. എന്താണ്? ഇഖ്താരി, നിനക്ക് 2 കാര്യം നിന്റെ മുമ്പിലുണ്ട്. അത് 2ൽ ഇഷ്ടം നിനക്ക് തിരഞ്ഞെടുക്കാം. ഫൈൻ ഇഖ്തർത്തിൽ ഇസ്ലാം അംസക്തുക നഫ്സി. നീ മുസ്ലിമാകാം. ഒന്നുകിൽ നീ മുസ്ലിം ആയിക്കഴിഞ്ഞാൽ എൻ്റെ ഭാര്യയായിക്കൊണ്ട് ഞാൻ നിന്നെ സ്വീകരിക്കാം. ഇനി അതല്ല, നീ യഹൂദ മതത്തിൽ തന്നെ, ഫൈൻ ഇഖ്തർത്തിൽ യഹൂദിയ, നീ യഹൂദ മതത്തിൽ തന്നെ അവിടെ നിൽക്കുകയാണെങ്കിൽ ഫഅസ അൻ ഉഅതിഖകി ഫതൽഹഖി ബിഖൗമികി, ഞാൻ നിനക്കൊരു പ്രതികാര നടപടി സ്വീകരിക്കൂല. നിന്നെ ഞാൻ സ്വതന്ത്രയാക്കും, നിൻ്റെ വീട്ടിലേക്ക് ഞാൻ പറഞ്ഞേക്കും. എത്ര മാന്യമായ പ്രതികരണം! നിൻ്റെ വീട്ടിലേക്ക് ഞാൻ പറഞ്ഞേക്കും. വൈൻ അഖംതി അലാ ദീനിക ലം ഉക്രിഹികി, നീ നിൻ്റെ ദീനിൽ യഹൂദമതത്തിൽ തന്നെ ഉറച്ചിരിക്കുകയാണെങ്കിൽ ഞാൻ ഒരിക്കലും നിന്നെ ഇസ്ലാമാകാൻ നിർബന്ധിക്കൂല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഫിയ റളിയല്ലാഹു അൻഹയോട് പറയാണ്, വൈൻ അഖത്തില്ലാഹ വറസൂലഹു ഫഹു ഖൈറുൽ ലക്കി, എന്നാൽ അള്ളാഹുവിനെയും റസൂലുള്ളാഹിനെയും തിരഞ്ഞെടുത്ത് ഇസ്ലാമാകലാണ് നിനക്ക് ഏറ്റവും നല്ലത് സഫിയ എന്ന് പ്രവാചകൻ സഫിയ റളിയല്ലാഹു അൻഹയോട് പറഞ്ഞു. ഈ മറുപടികൾ പ്രവാചകൻ അവർക്ക് ചോയ്സ് കൊടുത്തു. നിന്നെ നിർബന്ധിക്കുന്നില്ല എന്ന് പറഞ്ഞു. നിന്റെ രാജ്യത്തേക്ക് നിനക്ക് സുരക്ഷിത പാത ഒരുക്കാന്ന് പറഞ്ഞു. ഇതൊക്കെ നിങ്ങൾ പറഞ്ഞിരുന്നോ? നിങ്ങൾ അഡ്രസ് ചെയ്തിരുന്നോ? നിങ്ങൾക്ക് വിമർശനത്തിന്റെ സത്യസന്ധത ഉണ്ടോ? ഒരിത്തിരി ആത്മാർത്ഥമായി ചിന്തിക്കണം. ഇത്തരം ആളുകൾ മറുപടി പറയാൻ പോകുന്നില്ല. ഒരുപക്ഷെ അവർ ചിന്തിക്കുമോ എന്ന് നമുക്ക് അറിയുകയില്ല. പക്ഷേ ഇതൊക്കെ കേട്ട് പരിസരങ്ങളിൽ ജീവിക്കുന്നവരുണ്ട്, അന്ധമായി ഇവരെ വിശ്വസിക്കുന്നവരുണ്ട്. അവരാലോചിക്കണം. സഫിയ ബീവി കൊടുത്ത ഉത്തരം എന്താ? സഫിയ ബീവി അവര് സ്വയം സമ്മതിക്കാണ്. സ്വയം സമ്മതിച്ച ഒരാളുമായി പ്രവാചകന് ജീവിക്കാൻ നിങ്ങളെ നിയമപ്രകാരം തന്നെ അവകാശമുണ്ട്. എന്താ അവർ കൊടുത്ത ഉത്തരം? സ്വന്തം രാജ്യത്തേക്ക് വിട്ടരണം എന്നാണോ? നിങ്ങൾ 3 ആളെ കൊന്ന ആളാണെന്നാണോ? മാലിക് സൽഫി ബാക്കി തുടരട്ടെ. സഫിയ റളിയല്ലാഹുവിൻ്റെ മറുപടി, എൻ്റെ ബാപ്പാനെ കൊന്ന്, എൻ്റെ സഹോദരനെ കൊന്ന്, എൻ്റെ ഭർത്താവിനെ കൊന്ന് നിങ്ങളിപ്പോൾ നിങ്ങളുടെ കൂടെ ജീവിക്കാൻ എന്നെ കിട്ടൂല എന്ന് സഫിയ റളിയല്ലാഹു പറഞ്ഞു. ഒരു വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ ഈ വിമർശകന്മാരുടെ വിമർശനത്തിൽ തരുമ്പെങ്കിലും ന്യായമുണ്ടെന്ന് വെക്കരുത്. എൻ്റെ ബാപ്പാനെ കൊന്നാളല്ലേ, എൻ്റെ സഹോദരനെ കൊന്നാളല്ലേ, എൻ്റെ ഭർത്താവിനെ കൊന്നാളല്ലേ എന്നൊരു വാക്ക് സഫിയ റളിയല്ലാഹു പറഞ്ഞിട്ടില്ല. അതെ, അവർ പറഞ്ഞെന്താ അറിയോ? അഖ്താറുല്ലാഹ വറസൂലഹു, ഞാൻ അള്ളാഹുവിനെയും അവൻ്റെ പ്രവാചകനെയുമാണ് തെരഞ്ഞെടുത്തിട്ടുള്ളത്. അപ്പൊ സഫിയ റളിയല്ലാഹു അൻഹ റസൂലുള്ളാഹിനെ ഇങ്ങോട്ട് തെരഞ്ഞെടുക്കാണ്. എന്നിട്ട് പിന്നീട് പ്രവാചകന്റെ കൂടെ ജീവിച്ചപ്പോഴോ മരണം വരെ അവർ തമ്മിൽ ആത്മബന്ധമുണ്ടായി. നിങ്ങൾ പറയുന്ന പരസ്പര ഉഭയകക്ഷി സമ്മതത്തോടെ എന്ന തത്വം ആണെങ്കിൽ പോലും കേവലം എവിടുന്നോ കണ്ടൊരാൾ ബസ് സ്റ്റാൻഡിൽ നിന്ന് കണ്ട് പരസ്പരം ഇഷ്ടമായ അപ്പോൾ ഏർപ്പാടുകളിലേക്ക് പോകാമെന്ന് ചിന്തിക്കുന്ന മാനസികാവസ്ഥയിലാണെങ്കിൽ പോലും ഇതിനെ നിങ്ങൾക്ക് വിമർശിക്കാൻ അവകാശമല്ല. അവര് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മരണസമയത്ത് പറഞ്ഞൊരു വാചകമുണ്ട്, നിങ്ങൾ അതുകൂടി കേട്ടോളൂ. റസൂലുള്ളാഹി മരിക്കാൻ കിടക്കുന്ന സന്ദർഭത്തിൽ എല്ലാ ഭാര്യമാരുണ്ട്, സഫിയ റളിയല്ലാഹുവിനെയും അടുത്തുണ്ട്. മഹദിയായ സഫിയ റളിയല്ലാഹു പറഞ്ഞു, നബിയെ, ഇപ്പോൾ നിങ്ങൾ അനുഭവിക്കുന്ന വേദന ഞാൻ മനസ്സിലാക്കുന്നു. ആ വേദന എനിക്കായിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു, നിങ്ങൾക്കില്ലായിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു
എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സന്ദർഭത്തിൽ പ്രതിപാദിച്ചത്? വല്ലാഹി ഇന്നഹാ ലസാദിഖ, പടച്ച റബ്ബ് തന്നെയാണ് സത്യം. സഫിയ റളിയല്ലാഹു അൻഹ സത്യമാണ് ആ പറഞ്ഞത്. അവർക്ക് റസൂലുള്ളാഹിയോടുള്ള സ്നേഹം അതിഗാഢമായിരുന്നു, ഒരു കപടതയുമില്ലാത്ത ആളായിരുന്നു, സ്നേഹമായിരുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ ശരി. സാധിക്കും. എന്നിട്ട് ഇവര് ചെയ്യുന്നതോ, മൂന്നാളെ കൊന്ന് വാപ്പാനെയും ആങ്ങളനെയും ഭർത്താവിനെയൊക്കെ കൊന്ന് പിടികൂടിയ പെണ്ണാണ് എന്ന മാനസികാവസ്ഥയിലാണ്. മാത്രമല്ല, അവർ പ്രവാചകനെ സ്വപ്നം കണ്ടതും അവർ മറ്റൊരാളുടെ ഭാര്യയായിരിക്കെ തന്നെ സ്വപ്നം കണ്ടതടക്കമുള്ള വിഷയങ്ങൾ 20-25 മിനിറ്റ് നീണ്ടു നിൽക്കുന്ന 3-4 മിനിറ്റേ ഞാനിവിടെ കോട്ട് ചെയ്തിട്ടുള്ളൂ. നിങ്ങൾക്ക് വിസ്റ്റം ഗ്ലോബൽ TV-യിൽ നിന്ന് കിട്ടും, ആ ഭാഗം കേൾക്കാൻ സന്നദ്ധാകുക. 1-2 മിനിറ്റ് കൂടി ഞാൻ എടുക്കുന്നു. ഈ ഇല്ലാത്തത് കിതാബ് എന്ന് ഉണ്ടാക്കി പറയാന്നുള്ളൊരു സ്വഭാവം ഇവർക്കുണ്ട്. ഇത്ഖാൻ എന്ന ഗ്രന്ഥത്തിന്റെ പേരിൽ ഇവരെ അടിച്ചുവിട്ട ചില കളവുകളുണ്ട്. ഞങ്ങളത് പിടികൂടിയിരുന്നു. ഇത്ഖാൻ എന്ന ഗ്രന്ഥത്തിന്റെ പേരിൽ ഇല്ലാത്തത് അടിച്ചുവിട്ട്, എന്താ ഇത്ഖാനിന്റെ പേരിൽ പറഞ്ഞ കളവ്, ഒരിക്കലും ഇത്ഖാനിൽ ഇല്ലാത്ത വിഷയം അത് പറഞ്ഞത് പിടികൂടിയിരുന്നു. ആ ഭാഗം നിങ്ങളൊന്ന് കേട്ടു നോക്കൂ. ആയത്തെ വ്യഭിചാരിയെ എറിഞ്ഞു കൊല്ലാൻ പറയുന്ന ആയത്ത് ഖുർആനിൽ ഉൾപ്പെടുത്താതിരിക്കാനുള്ള കാരണമായി ഇത്ഖാനിൽ പറയുന്ന കാര്യമാണത്. ഖുർആൻ ക്രോഡീകരിക്കുമ്പോ ഒരാള് വന്നിട്ട് പറഞ്ഞു, ചങ്ങായി അതൊന്ന് ഒഴിവാക്കിക്കളാ, ഒരുപാട് ആൾക്കാർ എറിഞ്ഞു കൊല്ലേണ്ടി വരും, അങ്ങനെ ഒഴിവാക്കി എന്ന്. ഇതാണ് ഇത്ഖാൻ. ലോകത്തിന്റെ അറിയപ്പെട്ട ഇമാം സുയൂത്തി റഹ്മഹുല്ലാഹ് എഴുതിയിട്ടുള്ള അൽ ഇത്ഖാൻ ഫി ഉലൂമിൽ ഖുർആൻ എന്ന് പറയുന്ന ഖുർആന്റെ വൈജ്ഞാനിക ശാഖയിൽ അറിയപ്പെട്ട ഗ്രന്ഥമാണ്. ഈ ഇത്ഖാനിലുണ്ട് എന്നാണ് ഈ നാസ്തിക നേതാവ് ഇവിടെ തട്ടിവിട്ടിരിക്കുന്നത്. ഞാൻ പറയുന്നു, അൽ ഇത്ഖാനിന്റെ ആദ്യം മുതൽ അവസാനം വരെ വായിച്ചാലും ഇയാൾ പറയുന്ന ഒരു സംഗതി ആ ഇത്ഖാനിൽ ഇല്ല. ഞാൻ ഒന്നുകൂടി പറയുന്നു, അൽ ഇത്ഖാനിൽ എന്ന് മാത്രമല്ല, ഇസ്ലാമിക ലോകത്ത് രചിക്കപ്പെട്ടിട്ടുള്ള ഒരു കിതാബിലും ഈ നാസ്തികൻ പറഞ്ഞിട്ടുള്ള ആ കാര്യം ഇല്ല ഇല്ല ഇല്ല. ഉണ്ടെങ്കിൽ കൊണ്ടുവരൂ കൊണ്ടുവരൂ കൊണ്ടുവരൂ, അതാ നിങ്ങൾ ചെയ്യേണ്ടത്, അല്ലേ? നിങ്ങളെ ആണത്തവും ധീരതയും നിങ്ങളുടെ സ്വതന്ത്ര ചിന്തകരുടെ ശേഷിയൊക്കെ നിങ്ങൾ കാണിക്കേണ്ടത് അവിടെയാണ്. അയച്ചു കൊടുക്കും. ഇത്തരം രംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകൾ ഓരോരും ഇത് വിശദീകരിക്കുന്ന ആളുകൾക്ക് അവരുടെ വാട്സപ്പിലേക്ക് അയച്ചു കൊടുക്കും, മറുപടി പറയട്ടെ. അതല്ലാതെ കേവലമായ ട്രോളുകൾ കൊണ്ടും പരിഹാസങ്ങൾ കൊണ്ടും ജീവിച്ചു പോകാൻ നിങ്ങൾക്ക് പറ്റില്ല, ഒരു സംശയം അതിലില്ല. ഇനി നോക്കൂ, നിങ്ങൾ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ പേരിൽ ഇത്ഖാനിലേക്ക് ചേർത്തുകൊണ്ട് പറഞ്ഞ ഒരു കളവുണ്ടായിരുന്നു, അത് ഞങ്ങൾ പിടികൂടിയിരുന്നു. അതിന്റെ സ്ഥിതി ഇങ്ങനെ തന്നെയാണ്. ഇബ്നു ഉമർ പറയുന്ന ഒരു വാചകം ഇത്ഖാനിൽ നിന്ന് ഉദ്ധരിച്ചതാണ്, ഇത്ഖാനിൽ നിന്ന് ഉദ്ധരിച്ചാണിത്. എന്താ ഇബ്നു ഉമർ പറയുന്നത്? നിങ്ങളൊക്കെ പറയണ്ടല്ലോ നമ്മൾ ഖുർആൻ മുഴുവൻ വായിച്ചു, ഖുർആൻ മുഴുവൻ കിട്ടിയെന്ന് അങ്ങനെ പറയണ്ട, കിട്ടിയത് വായിച്ചു എന്ന് പറഞ്ഞാൽ മതി, ഒരുപാട് പോയിക്കണു കുട്ടികളെ. ആരാ പറഞ്ഞത്? ഇബ്നു ഉമർ അങ്ങനെ പറഞ്ഞു എന്ന് ഇത്ഖാനിൽ ഉദ്ധരിച്ചിരിക്കുന്നു. ഈ പ്രഭാഷണം വിശ്വസിച്ച് നടക്കുന്ന മുസ്ലിം നാമധാരികളായിട്ടുള്ള ഇസ്ലാമിൽ തെറ്റിദ്ധരിച്ചിട്ടുള്ള ഖുർആനെ തെറ്റിദ്ധരിച്ച ആളുകളോട് അൽ ഇത്ഖാൻ ഇതാണ്, ലോകത്ത് നിങ്ങൾക്ക് വാങ്ങാൻ കിട്ടും. ഈ നിങ്ങളുടെ നേതാവ് പറഞ്ഞതുപോലെയുള്ളൊരു വാചകം ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു എന്നല്ല, ലോകത്തൊരു മനുഷ്യൻ, ഒരു സഹാബി പറഞ്ഞതായിക്കൊണ്ട് തെളിയിക്കാൻ നിങ്ങൾക്ക് സാധ്യമല്ല. നിങ്ങൾ വെറുതെ കളവ് പറയാണ്. അപ്പോൾ ഇവർ പൊതുവെ അവിടെ ഉണ്ട് ഇവിടെ ഉണ്ട് എന്ന് പറയല്ലാതെ ഇതിൻ്റെ അറബി ടെക്സ്റ്റോ സാധനമൊന്നും പൊതുവെ പുറത്ത് കിടാറില്ല. പ്രസംഗത്തിൻ്റെ ഇടയ്ക്ക് ഇയാളൊരു ടെക്സ്റ്റ് പുറത്ത് കിട്ടപ്പോൾ അതിലുള്ള യഥാർത്ഥ ടെക്സ്റ്റിലുള്ളതും അയാളെടുത്തുള്ളതും തമ്മിലുള്ള ഒരു പ്രശ്നവും അന്ന് ഞങ്ങൾ പിടികൂടിയിരുന്നു. അദ്ദേഹം പിന്നെയും വേദിയിലൊക്കെ കയറിയിട്ടുണ്ടെങ്കിലും പ്രതികരിച്ച് കണ്ടിട്ടില്ല. ഉണ്ടെങ്കിൽ ആ പ്രതികരണം ഞങ്ങൾക്കൊന്ന് അയച്ചു തരണം. നിങ്ങളതൊന്ന് കേട്ടു നോക്കൂ. ഇത് കളവ് മാത്രമല്ല, ഇത് പറയുമ്പോൾ അദ്ദേഹം സ്ക്രീനിൽ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ വാചകം കാണിക്കുന്നുണ്ട്. ആ വാചകത്തിന്റെ അറബി ടെക്സ്റ്റിൽ ഇത്ഖാനിൽ ഉള്ള അറബി ടെക്സ്റ്റുമായി കൊണ്ട് വ്യത്യാസമുണ്ട്. ഇനി മാത്രമല്ല, ഇവിടെ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ പേരിൽ കോട്ട് ചെയ്തതിന്റെ ഒരു അവസ്ഥ എന്താ? ഇനി ആ കോട്ട് ചെയ്തതിന്റെ ഒരു വിശദീകരണമായിട്ട് വരികയാണെങ്കിൽ അതിനുള്ള മറുപടി ഞങ്ങൾ പറഞ്ഞു വെച്ചിട്ടുണ്ട്. ആ മറുപടി കൂടി നിങ്ങളൊന്ന് കേട്ടു നോക്കൂ. അഥവാ വിശുദ്ധ ഖുർആനിൽ അള്ളാഹു ഖുർആനായി ആദ്യം മുതൽ അവസാനം വരെ ഇറക്കപ്പെട്ട ഖുർആനിൽ നിന്ന് എല്ലാ ഖുർആനും ഞാൻ ഓതി എന്നൊരു മനുഷ്യന് പറയാൻ കഴിയില്ല. കാരണം ആ ഖുർആൻ റസൂലുള്ളാഹിന്റെ കാലഘട്ടത്തിൽ അത് നസ്ഖ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇന്ന് നമുക്ക് ഓതാൻ കഴിയില്ല, അത്രയും ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നുള്ളൂ. അതിൻ്റെ അർത്ഥം അത് മാറ്റിയിട്ട് ഇവരെന്താക്കി, ഖുർആനിൽ നിന്ന് ഒരുപാട് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് എന്ന് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇവിടെ നസ്ഖാണ് വിഷയം.
നെസ്ഖ് എന്നതിന് പുതിയൊരർത്ഥം കൊടുത്തിട്ട്, എന്താ നഷ്ടപ്പെട്ടത് എന്നൊരു അർത്ഥം കൊടുത്തിട്ട് ഇവർ നടത്തിയ തട്ടിപ്പുകളെ ആദരണീയനായ ഫൈസൽ മൗലവി പൊളിച്ചടക്കിയിട്ടുണ്ട്. അതിൽ നെസ്ഖ് സംബന്ധിച്ച് അദ്ദേഹം നടത്തിയൊരു പരാമർശമുണ്ട്. നെസ്ഖ് സ്വഹാബത്തിനോ ബാക്കിയുള്ളവർക്ക് അറിയില്ലായിരുന്നു, പിൽക്കാലത്ത് മാനേജ് ചെയ്യാൻ ഉണ്ടാക്കിയതാണെന്നാണ്. അദ്ദേഹം പറയട്ടെ. അപ്പം അങ്ങനെ നഷ്ടപ്പെട്ടു പോയപ്പോൾ എന്ത് സംഭവിച്ചു? ഖുർആൻ അള്ളാഹു സംരക്ഷിക്കും എന്ന വാദം പൊളിഞ്ഞു പാളിസായി. ഇത് പണ്ഡിതന്മാർക്ക് മനസ്സിലായി. ഏത് പണ്ഡിതന്മാർക്ക്? നബിയുടെ കാലത്തുള്ള പണ്ഡിതന്മാർക്കല്ല, നബിക്ക് ശേഷം വന്ന ഖലീഫമാരുടെ കാലത്തുള്ള പണ്ഡിതന്മാർക്കല്ല, നൂറ്റാണ്ടുകൾക്ക് ശേഷം ഈ ഇസ്ലാമിന്റെ ഹദീസും ചരിത്രവും മറ്റ് പ്രമാണങ്ങളും ഒക്കെ ഉണ്ടായി അതിലൂടെ പ്രശ്നങ്ങൾ നിർദ്ധാരണം ചെയ്യാൻ വേണ്ടി പണ്ഡിതന്മാർ ഇതൊക്കെ ഈ ഒരു സീഡിന്റെ പ്രത്യേകത കളവുകൾ ടിപ്പർ ലോറിയിൽ അടിച്ച് അതിൽ ആ കൂട്ടത്തിൽപ്പെട്ടാണത്. നിങ്ങൾ നോക്കൂ, അലീബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു എന്ന 2003 2004 ഉണ്ടായത്. ഫൈസൽ മൗലവി അന്ന് കൊടുത്ത മറുപടി ഇവിടെ ഉണ്ട്, അദ്ദേഹം പ്രതികരിക്കണം. ഫൈസൽ മൗലവി അദ്ദേഹം പറയട്ടെ. ഒരിക്കൽ പോകുമ്പോൾ പള്ളിയിൽ വെച്ചൊരാൾ ജനങ്ങൾ ഉത്ബോധിപ്പിക്കുകയാണ്, ജനങ്ങൾക്ക് ഉത്ബോധനങ്ങൾ നൽകുകയാണ്. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തോട് ചോദിച്ചു, അതഅരിഫുൻ നാസിഖ വൽ മൻസൂഖ്, നിനക്ക് നാസിഖും മൻസൂഖും അറിയുമോ? ആദ്യം ഇറങ്ങിയ ആയത്ത് ഏതാണ്? ആദ്യം വന്ന നിയമം ഏതാണ്? അതിന് ദുർബലമാക്കുന്ന നിയമങ്ങളും വന്നിട്ടുണ്ടോ? പിന്നീട് വന്ന നിയമം ഏതാണ്? ഇതൊക്കെ നിനക്കറിയുമോ? അദ്ദേഹത്തിന് മറുപടി ഇല്ല, എനിക്കറിയില്ല. അപ്പോൾ അലി ഇബ്നു അബീ ത്വാലിബിന്റെ പ്രതികരണം ഹലക്ത വ അഹ്ലക്ത എന്നാണ്. ഹലക്ത, നീ സ്വയം നശിച്ചു, വ അഹ്ലക്ത, നീ മറ്റുള്ളവരെ നശിപ്പിക്കുകയും ചെയ്തു എന്നാണ്. ആദ്യം ഇറങ്ങിയ നിയമം ഏത്, പിന്നീട് വന്ന നിയമം എന്ത് എന്ന് അറിയാത്ത ഒരാള് മതം കൈകാര്യം ചെയ്യുന്നുവെങ്കിൽ അയാൾ സ്വയം നശിക്കുകയും മറ്റുള്ളവരെ നശിപ്പിക്കുകയും ചെയ്യുന്നുവെന്ന് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു അടക്കമുള്ള സ്വഹാബത്ത് റളിയല്ലാഹു അൻഹും അവർ മുതൽക്കറിയാം. സ്വാഭാവികമായും പ്രവാചകന്റെ കാലത്ത് നെസ്ഖ് ചെയ്യപ്പെട്ട വചനങ്ങൾക്ക് ശേഷം ക്രോഡീകരിക്കപ്പെട്ട് കൈമാറ്റം ചെയ്യപ്പെട്ടു വന്നതിൽ നിന്ന് ഒന്നും നഷ്ടപ്പെട്ടു എന്ന് തെളിയിക്കാൻ പറ്റില്ല. ആടുംകുട്ടി തിന്ന ഹദീസ്, ഇങ്ങനെ പല ഹദീസുണ്ട്, ഞാൻ അതിലേക്കൊന്നും പോണില്ല. അതൊക്കെ ഞങ്ങൾ പൊളിച്ചടക്കിയിരുന്നു. പക്ഷേ പിന്നീട് ഇതുമായി ബന്ധപ്പെട്ടൊന്നും പറഞ്ഞിട്ടില്ല. ഞാൻ അവസാനിപ്പിക്കുകയാണ്. എന്താണ് ഇവർക്ക് പറ്റുന്ന അബദ്ധം എന്ന് ഇവർ പറയും. ഇവർ ഇസ്ലാമിനെ എവിടുന്നാ പഠിക്കണേ? ഇസ്ലാമിനെ എവിടുന്നാ പഠിക്കണേ? അറബി വായിക്കാൻ അറിയില്ല, നിയമങ്ങൾ അറിയില്ല, അല്ലേ? ഒരു ഹദീസ് എടുത്താൽ ആ ഹദീസിന് വിശദമായ ലോകമുണ്ട്. അതിൻ്റെ സനദുമായി മത്തുനുമായി ബന്ധപ്പെട്ട, അതിലെ പരിചയമില്ലാത്ത വാക്കുകൾ അർത്ഥം വെക്കുന്നതുമായി ബന്ധപ്പെട്ട ഇങ്ങനെ വിശദമായ ലോകമുണ്ട്. ഇതൊന്നും അറിയാതെ ഇവർ ഇസ്ലാമിനെ വിലയിരുത്തുന്നതും പഠിക്കുന്നതും എവിടുന്ന? ഈ അബദ്ധം മുഴുവൻ വരാനുള്ള കാരണം അതാണ്. അദ്ദേഹം തന്നെ ഒരു വേദിയിൽ വെച്ചത് തുറന്നു സമ്മതിച്ചിട്ടുണ്ട്. അദ്ദേഹം പറയട്ടെ. വിമർശിക്കണമെങ്കിൽ നമ്മൾ ക്രിസ്ത്യാനികളുടെ സൈറ്റ് നോക്കിയാൽ മതി, ഇഷ്ടം പോലെ 10,000 പോയിന്റുകൾ നമുക്ക് കിട്ടും. ഒരു ബുദ്ധിമുട്ടില്ല. അത് വെച്ചിട്ട് നമുക്ക് എത്ര മണിക്കൂർ വേണേലും സംസാരിക്കാം. കാരണം മൈക്രോസ്കോപ്പും ടെലിസ്കോപ്പും ഒക്കെ വെച്ചിട്ടാണ് പരിശോധന. എന്താ ഐഡിയ! ഭയങ്കര ഐഡിയ ആണ്. നേരെ ഇസ്ലാമിനെ വിമർശിക്കണമെങ്കിൽ ക്രിസ്ത്യാനികളുടെ സൈറ്റിക്ക് പോവുക, അല്ലേ? കമ്മ്യൂണിസ്റ്റുകാരെ വിമർശിക്കണമെങ്കിൽ എന്താ, കമ്മ്യൂണിസ്റ്റുകാരെ എതിരാളികളെ സൈറ്റിൽ പോവുക. പിന്നെ ക്രിസ്ത്യാനികളെ തിരിച്ച് വിമർശിക്കണമെങ്കിൽ മുസ്ലിങ്ങളെ സൈറ്റിൽ പോവുക. മൂപ്പരോ ഇടയ്ക്കൊരു ട്രാഫിക് പോലീസിന്റെ പരിപാടി, അവിടുന്ന് വരുന്ന വണ്ടി ഇങ്ങോട്ട് കെട്ടെ, വരുന്ന വണ്ടി അങ്ങോട്ട് കെട്ടെ. അതുകൊണ്ട് തന്നെയാണ് ഈ ജാതി അബദ്ധങ്ങളൊക്കെ പറ്റുന്നത്. അപ്പം ഇങ്ങനെ വിമർശനത്തിൽ പോലും സത്യസന്ധത കാണിക്കാത്ത, വിമർശനങ്ങൾ വന്നാൽ വൈജ്ഞാനികമായി അതിനെ നേരിടാനുള്ള ത്രാണിയില്ലാത്ത ആളുകൾ പ്രസംഗങ്ങൾ പിന്നെയും പിന്നെയും കേട്ട് അബദ്ധത്തിൽ ചാടല്ല സുഹൃത്തുക്കളെ വേണ്ടത്. ഇങ്ങനെ ഡയലോഗുമായി ബന്ധപ്പെട്ട് നടന്ന 10-70 മണിക്കൂറുകളിൽ നിന്ന് 17 മിനിറ്റ് ഞാൻ സെറ്റ് ചെയ്തതിൽ നിന്ന് ഒരു 10 മിനിറ്റായിരിക്കും ഒരു പക്ഷേ ഇവിടെ നിങ്ങൾക്ക് മുമ്പിൽ ഇപ്പോൾ കാണിച്ചിട്ടുള്ളത്. ഇത് നിങ്ങൾക്ക് കൂടുതൽ പഠനങ്ങൾക്കുള്ള ഒരു വഴിയാകട്ടെ എന്ന നിലക്കാണ് തീർച്ചയായും ഈ വിഷയങ്ങളോട് സംസാരിച്ചിട്ടുള്ളത്. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വിമർശനങ്ങൾ ഉന്നയിച്ച് അതിൽ ആസ്വാദനം കണ്ടെത്തുക എന്നതല്ലാതെ പലപ്പോഴും ഒരു സംവാദാത്മകതയിലേക്ക് നിങ്ങൾ ഉന്നയിക്കുന്ന, നാസ്തികർ ഉന്നയിക്കുന്ന വിമർശനങ്ങൾക്ക് കൃത്യമായ മറുപടി നൽകി നിങ്ങൾ മുന്നോട്ട് വെക്കുന്ന പച്ചക്കള്ളങ്ങളെയും ദുർവ്യാഖ്യാനങ്ങളെയും തുറന്നു കാട്ടുമ്പോൾ അതിന് മറുപടി പറയാനോ ഏതെങ്കിലും തരത്തിൽ അതിനെ ഒന്ന് തൊടാൻ പോലും ധൈര്യമില്ലാത്ത വിധം അതിശക്തമായ കുപ്രചരണങ്ങളുമായിട്ടാണ് ഇവിടുത്തെ നാസ്തികർ മുന്നോട്ട് പോകുന്നത് എന്ന് വളരെ വ്യക്തമാക്കുന്ന ഒരു സംസാരമാണ് നമ്മൾ കേട്ടത്. ഇവിടുത്തെ മതവിശ്വാസികളെ, പ്രത്യേകിച്ച് മുസ്ലിങ്ങളെ വ്യാഖ്യാന ഫാക്ടറിയിലെ ആളുകൾ എന്ന് പറഞ്ഞാണ് പരിഹസിക്കാറുള്ളത്. ഒരു വ്യാഖ്യാന ഫാക്ടറിയുമില്ല. ഹദീസുകളെയും ആയത്തുകളെയും
അതിൻ്റെ ശരിയായ സ്രോതസ്സിൽ നിന്ന് പൂർണ്ണമായിട്ടെടുക്കുമ്പോൾ 4 ഹദീസുകൾക്കിടയിൽ നിന്ന് ഒരു ഹദീസിൻ്റെ ഒരു കഷ്ണമെടുത്ത് മതത്തെ വിമർശിക്കാൻ കാണിക്കുന്ന നെറികേട് എന്ന് പറഞ്ഞാൽ പോലും ശരിയാകാത്ത തലത്തിലുള്ള അങ്ങേയറ്റം വൃത്തികെട്ട ഈ പരിപാടി ഉണ്ടല്ലോ, അതാണ് യഥാർത്ഥത്തിൽ ഇവരുടേത്. നമ്മുടേത് വ്യാഖ്യാന ഫാക്ടറി അല്ല, നിങ്ങളുടേതാണ് യഥാർത്ഥത്തിൽ ദുർവ്യാഖ്യാന ഫാക്ടറി എന്നാണ് മനസ്സിലാക്കേണ്ടത്. ആ ദുർവ്യാഖ്യാന ഫാക്ടറിയിൽ ദുർവ്യാഖ്യാനം മാത്രമല്ല, ഹിറ്റ്ലറിൻ്റെ പ്രചാരകനായ ഗീബൽസിനെ വെല്ലും വിധമുള്ള പച്ച നുണകളാണ് ഇവർ എഴുന്നള്ളിക്കുന്നത്.